ഇതൊരു 8ന്റെ പണിയാണ് ഈ വണ്ടിയിൽ കിട്ടിയേക്കണത്. വേറൊന്നുമല്ല 5000 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ അലൈൻമെന്റ് ചെക്ക് ചെയ്യാതിരുന്നിട്ട് ഈ ടയറിന്റെ ഇന്നർ സൈഡ് തേഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ അലൈൻമെന്റ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ പണിയായിരിക്കും കേട്ടോ. അതായത് കണ്ടില്ലേ, ടയറിന്റെ ഫ്രണ്ടിലത്തെ ടയറിന്റെ 2 ടയറിന്റെ ഇന്നർ സൈഡാണ് ഈ കാണുന്നത്, വെട്ടിത്തേഞ്ഞിരിക്കുക. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5000 കിലോമീറ്റർ ആകുമ്പോഴെങ്കിലും നമ്മൾ ടയറിന്റെ അലൈൻമെന്റും ബാലൻസിങ്ങും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളത് പറഞ്ഞേക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വീൽ ബാലൻസിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. വീലിന്റെ വെയിറ്റും അതേപോലെ തന്നെ ടയറിന്റെ വെയിറ്റും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീൽ ബാലൻസിങ് ചെയ്യണത്. അപ്പോൾ ഒരു സ്പീഡിലൊക്കെ ഒരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകണമെങ്കിൽ ഒരു ഷിവറിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വീൽ ബാലൻസിങ്ങിൽ നമ്മൾ വെയിറ്റ് ഇട്ട് വീലിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അത് എല്ലാ വീലിലും ഒരേപോലെ ബലം ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു ഡെൻ്റൊക്കെ ഉള്ള അലോ വീൽസ് ഒക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് അതിന് ബലം ചെയ്യില്ല. പക്ഷേ നമ്മുടെ വീല് നല്ലൊരു കണ്ടീഷൻ ആയത് കാരണം ഇപ്പോൾ തന്നെ വീൽ ബാലൻസിങ്ങും ചെയ്യേണ്ട, ഷിവറിങ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതേപോലുള്ള പ്രോപ്പർ ടൈമിന് വീൽ ബാലൻസിങ്ങോ അലൈൻമെൻറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ വീൽ ബാലൻസിങ്ങോ അലൈൻമെൻറ്റും ചെയ്തേക്കാം. ടയറിൻ്റെ തേയ്മാനോ അതേപോലുള്ള ഷിവറിങ്ങും നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കും.